ആ സ്റ്റെപ്പിന് കയറി കേട്ടാ ചേട്ടാ ടിക്കറ്റ് എടുത്തേ. എന്തിന്? എടാ ചങ്ങാതിക്ക് മെമ്പർക്ക് MLA-ക്കും മന്ത്രിക്ക് MP-ക്കും ഒക്കെ ജീവിതകാലം മുഴുവൻ കക്കാനും അഴിമതി നടത്താനും വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ലൈസൻസ് കൊടുത്തും പോരാ. പിന്നെ അവര് പഞ്ചായത്തിൽ ഒരു വണ്ടി ഇറക്കിയ ടിക്കറ്റ് കൊടുക്കണം. അതിന് പഞ്ചായത്തിന്റെ വണ്ടിയല്ല, ഓക്കേടെ വണ്ടിയാണ്. വലിയ വർത്താനം പറയാൻ ടിക്കറ്റ് എടുക്കടാ. എന്തിന്? ഞാനേ ഓക്കേടെ ചങ്കാണ്, വിജയനാന്ന് പറഞ്ഞാൽ മതി. ആർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ കയ്യിൽ വെച്ച് നടക്കുന്നത്? എല്ലാവരും എത്തിയല്ലേ? ഞാൻ ഇതിൽ ലേറ്റായി പോയി. അവിടെ ഇരിക്കും സാവു ചേച്ചി. സാവു ചേച്ചി, ആ റേഷൻ കാർഡിന്റെ കാര്യം ക്ലിയർ ആയില്ലേ? ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു അവിടെ. മെമ്പറെ ഒരു മിനിറ്റ്. ഇല്ല, സമയമില്ല, നമുക്ക് തുടങ്ങാം. വാ. അല്ല ഒന്ന് വായോ. ചായ ഞാൻ കുടിച്ചതാണ്, നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. അല്ല ചായക്കല്ല, ഒരു കാര്യമുണ്ട്. എന്തൊരു കഷ്ടമാണ് എപ്പോഴും. ഇതൊന്ന് നോക്കിയേ, ദാണ്ട് ഇത് ആകെ പൊട്ടി പൊളിഞ്ഞെടുക്കണ കണ്ടില്ല മെമ്പറെ? എത്ര നാളായി ഞാൻ പറയണേ, ഇത്തവണയെങ്കിലും ഇത് ശരിയാക്കാനുള്ള പൈസ ഒന്ന് പാസ്സാക്കിയതായോ? അതെ, വിജയേട്ടനോട് ഒരു അപേക്ഷ കൊടുക്കാൻ പറ. ഇന്നലെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടാ. വാ വിജയേട്ടൻ, അങ്ങേരെ കാര്യം പറയാണ്ടിരിക്കാൻ നല്ലത്. ഇന്നലെ അങ്ങേര് മൂക്കറ്റം കള്ളു കുടിച്ച് വന്നിട്ടേ തളച്ച വെള്ളം എടുത്ത് വെച്ചിട്ട് നോക്കിയേ. എന്ത് മീന കേട്ടാണ് ഇവള്? അല്ല മെമ്പറെ, ഇതൊന്ന് കണ്ടിട്ട് പോ. എന്തൊക്കെ ഭ്രാന്താണ്. ഹലോ. ഹലോ, ഓക്കെ ചന്ദ്രദാസ് അല്ലേ? അതെ സാറേ. നിങ്ങൾ അത്യാവശ്യം ബാങ്ക് വരെ ഒന്ന് വരണം. അതെ, ഞാനൊരു കുടുംബശ്രീ മീറ്റിങ്ങിലാണ്, നാളെ വരാം. അതെ, ഞാനൊരു കാര്യം. ഹലോ, എൻ്റെ നമ്പർ മാത്രമേ ഇയാൾക്ക് അറിയാൻ പാടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഈ പോക്ക് പോയത് മുന്നോട്ട് പോകില്ല കേട്ടാ. ഇന്നും കൂടി എന്നെ ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിട്ടുണ്ടായി. അടവിനുള്ളെങ്കിലും നിങ്ങളൊന്ന് ഓടി ഒപ്പിച്ച് തന്നോട്ടാ. ടിക്കറ്റ് ചോദിക്കുമ്പോൾ ആൾക്കാർ കാശ് തരണ്ടേ ഏട്ടാ? തരണ്ടേന്ന് പറഞ്ഞാൽ ചോദിച്ച് മേടിക്കണം. എടാ, ഇത് നാട്ടും പുറത്ത് ഓടുന്ന ബസ്സാണ്. ഇതിൽ നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ കയറാനുള്ളൂ. ഞാനിത് അവിടെ നിന്ന് എടുത്ത് അടക്കുമെന്ന് ഓർത്താണ്. വണ്ടിയുടെ മുന്നിൽ നീ ഓട്ടോറിക്ഷയിലും ജീപ്പിലും ആളെ എടുത്തുകൊണ്ട് പോണ പരിപാടി ആദ്യം നിർത്ത്, എന്നാലേ ഈ കളക്ഷൻ കൂടുള്ളൂ. നീ ഓട്ടോയും ജീപ്പും പറ്റില്ലെന്ന് പറഞ്ഞ ഒരു സമരം ചെയ്തിട്ടല്ല നമ്മൾ ബസ് ഇറക്കിയത്. ഓട്ടോ മതി, ബസ് വേണ്ടവർക്ക്. ചീപ്പുകാരോടൊന്നും പറയാൻ പറ്റില്ല. അവരൊക്കെ വല്ലവേട്ടൻ്റെ യൂണിയനാണ്. പഞ്ചായത്ത് കൂടി ബസ് കൊണ്ട് പോകുന്നതേ എനിക്കൊന്ന് കാണണം. വണ്ടി ഓടാൻ സംഭവിക്കണ്ടേ? എന്റെ ഓക്കെ, താൻ തന്റെ ബസ്സിലെ ജീവനക്കാർ പറഞ്ഞ ഭാഷ കേട്ടോ? ഇല്ലെങ്കിൽ ഞങ്ങൾ കേട്ടു. താൻ ആദ്യം അവരെ മര്യാദ പഠിപ്പിക്കും. ഈ സ്റ്റാൻഡിലുള്ള ഒറ്റ ഡ്രൈവർമാരും അനാവശ്യമായിട്ട് സംസാരിക്കില്ലല്ലോ. അവർ എന്റെ യൂണിയനിലുള്ള ആളുകളാണ്. നിങ്ങൾ ശരിക്കും ബസ് മുതലാളിയാണോ അതോ പഞ്ചായത്ത് മെമ്പറാണോ? നീ മിണ്ടായിരിക്കണം, ഞാൻ വല്ലഭേരനോടല്ലേ സംസാരിക്കണം. നിങ്ങൾക്കൊക്കെ ഞങ്ങളെ ഭരിക്കുകയും വേണം, നാട്ടുകാരുടെ പൈസയും മുഴുവൻ നിങ്ങൾക്ക് വേണം. ഞങ്ങൾക്കൊന്ന് ജീവിക്കണ്ടേ? ഇവൻ എന്ത് പ്രാന്തായി പറയണ? എന്റെ വല്ലഭേട്ട അവന്മാരെന്തേലും മര്യാദയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയാ. ഈ വെളിവില്ലാത്തവനോടൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാ. ദയവ് ഇത് ട്രിപ്പ് മുടക്കല്ലേ. ഇവന്മാരോട് ഓടണ്ടെന്ന് ആരാ പറഞ്ഞത്? ബസിന്റെ മുമ്പിൽ നിന്ന് ആളെ വിളിച്ചു കയറ്റി പോവല്ലേ എന്നല്ലേ പറഞ്ഞോളൂ. എല്ലാവർക്കും കാര്യങ്ങൾ നടക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, വീടിന് പാസ്സായ പണം മുഴുവനൊന്നും നിങ്ങളുടെ കയ്യിൽ തന്നു വിടുവൊന്നുമില്ല. ആദ്യം തറപ്പണിക്കുള്ളത് തരും. ഫണ്ട് വരട്ടെ, അപ്പം അറിയിക്കാം. തീരെ നിവൃത്തിയില്ലാത്തോണ്ട പ്രസിഡന്റ്. എന്റെ അവസ്ഥയൊക്കെ ഞാൻ ഓക്കേക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ കണ്ടല്ലേ? കണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ കാണിച്ചില്ലേ? കാണിച്ചു. കണ്ടിട്ടുണ്ടോ? എന്താ സുലഭ ലീവാണ്? ലീവ് എടുത്ത് ബാലേട്ടനെ ആശുപത്രി കൊണ്ടുപോകണമായിരുന്നല്ലേ. പിന്നെ മോനെ കാണാൻ വേണ്ടി ഇവിടെ നിന്നത്. എന്താണ്? പൊടിമണി ജോലിയൊന്നും ആയിട്ടില്ല. ഏത് പൊടിമണി? ഇത് ഇപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ അച്ഛനെ ആശുപത്രി കൊണ്ടുപോകും, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കും. പിന്നെ ഇതെന്നറിയുമ്പോ കൊണ്ട് കളയും. അപ്പൊ ഒന്നുമില്ല. നമ്മുടെ ബസ്സിൽ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണവനെ. നോട്ടെ സുലഭ, ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടാ. ഇരിക്കട്ടാ. ബസ്സിലെ ആളുകൾക്ക് നിൽക്കാൻ തന്നെ സലൂലേ. എന്തൊക്കെ കളിക്കണത്? ഇത് പോത്തിന്റെ മൂക്കി കയറിട്ടേക്കണതല്ല. മനുഷ്യന്റെ നല്ല പ്രാണം പോയി. മനുഷ്യന്റെ പ്രാണം പോയി. അയ്യോ, ഇത് ഇതുവരെ ഊരിയല്ലേ ചേച്ചി? എന്റെ മോളെ, ആശുപത്രി ചെല്ലുമ്പോ അവര് പറയും ഇന്ന് ഊരാ നാളെ ഊരാന്ന്, എന്നിട്ട് ഊരയില്ല. എന്നെങ്കിലും ഇതൊന്ന് ഊരിക്കണ്ടിട്ട് മരിച്ചാ മതി എനിക്ക്.
എടി ആണായാലും പെണ്ണായാലും ഈ പഞ്ചായത്തിലൊക്കെ വരുമ്പോൾ ബോറടി മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ 50-50 വനിതാ സംവരണം. പോയ വല്ലപേട്ട. സത്യം. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നീ നോക്കിക്കോ, നിന്റെ വാർഡിൽ പുരുഷൻ വരും, എൻ്റെ വാർഡിൽ സ്ത്രീയും. ഓക്കെ, 5 കൊല്ലം കൂടുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ ആളുകൾക്കും തുല്യ അളവിൽ എൻജോയ് ചെയ്യാൻ പറ്റണം. അതാണ് ഈ 50-50 വനിതാ സംവരണത്തിൻ്റെ നയം തന്നെ. അതേ, ഇവിടെ ഈ തേരാപാര നടന്ന എന്ത് വികസനം വരാനാണ്? തിരുവനന്തപുരത്ത് പോയാലേ വല്ലതും നടക്കൂ. ഇതൊക്കെയല്ലേ ഉള്ളൊരു എൻജോയ്മെന്റ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണ്ടേ? അപ്പൊ പറ, എന്ന് പോകും. അപ്പൊ ഇതിനാണല്ലേ നാട്ടുകാർ നിങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കണത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തുദ്ദേശം? മെമ്പറെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ഒളിച്ചും പതുങ്ങിയുള്ള ഈ കളി ഇന്നുകൊണ്ട് അവസാനിപ്പിച്ചോളാം, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഞാൻ നാട്ടുകാരോട് വിളിച്ചു പറയും. എന്ത് പറയുന്ന ആളുകൾ അറിയട്ടെ നിങ്ങളുടെ തനി നിറം. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അയ്യോ, അപ്പൊ ഇപ്പൊ ചെയ്തൊന്നും പോരെ? എന്തെന്നാ ചേച്ചി ഉദ്ദേശിക്കുന്നത്? എന്റെ ചെക്കന് നിരാഹാരത്തിന് തരാമെന്ന് പറഞ്ഞ ബാക്കി പൈസ എനിക്ക് ഇപ്പൊ തന്നെ. അത് തന്നെ എന്റെ പ്രശ്നം. അതാണാ കൊടുത്തില്ല. കൊടുത്തില്ല. ഞാൻ പൈസ തന്നെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുമല്ലോ. ആ